നമസ്കാരം. അതായത് ഇപ്പോൾ അഡ്മിഷൻ്റെ കാലഘട്ടങ്ങളാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പം പല ആൾക്കാരും, അതായത് പ്രത്യേകിച്ച് പാരൻസും കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് ആയിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ബിടെക് ലെവലിലായി കഴിഞ്ഞാലോ, പോളിടെക്നിക്കലായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ MBA നേഴ്സിംഗ് ആണോ, ഏത് ലെവലിലാണെങ്കിലും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റ് ഉണ്ട്. അതായത് ഒന്ന്, ഇപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നത്, ഇപ്പം ഇഷ്ടംപോലെ കൺസൾട്ടൻസീസ് ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടാം. ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഓരോ കോളേജും എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓൺലൈനിൽ കോളേജിൻ്റെ ഡീറ്റെയിൽസ് തപ്പിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. പക്ഷേ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന വെബ്സൈറ്റും കാര്യങ്ങളും കണ്ടിട്ട് മാത്രം ഒരിക്കലും ഒരു കോളേജിനെ വിലയിരുത്താനോ ഒന്നും പാടില്ല. അതിലേക്ക് ഇഷ്ടംപോലെ കണ്ടമാനം ലാവിഷായിട്ട് അവരതിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഒന്ന്, എഫിലിയേഷൻ കാര്യങ്ങളെല്ലാം, അതായത് എഫിലിയേഷനെല്ലാം വെച്ചാൽ പലപ്പോഴും പല കോളേജസിനും ചില സമയം എഫിലിയേഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ലാബ് സെറ്റപ്പ്. അതായത് ഇപ്പം ബിടെക് ലെവലിലാണെങ്കിലോ അല്ല പോളിടെക്നിക് ലെവലിലാണെങ്കിലോ ഏത് ലെവലിലായി കഴിഞ്ഞാലും കോളേജിലെ ലാബ് സെറ്റപ്പ് അത് ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഒന്ന്, ഫാക്കൽറ്റീസ് ലെവലിൽ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി ലെവലിലുള്ള ആൾക്കാരെങ്കിലും അവരെ ടീച്ച് ചെയ്യുന്നുണ്ടോ, ഒരു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതായത് ഒന്ന് മെയിനായിട്ട് ഇപ്പോൾ വരുന്ന കുട്ടികളെല്ലാം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള യാതൊരു കോഴ്സസും ആരും ചെയ്യുന്നില്ല. അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ബിടെക്കിലായി കഴിഞ്ഞാൽ ഡിപ്ലോമ ആയി കഴിഞ്ഞാൽ എന്ത് കോഴ്സുകളായി കഴിഞ്ഞാലും ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം ആക്ച്വലി ഈ ഇൻഡസ്ട്രി ഓണേഴ്സിന്, കമ്പനി ഓണേഴ്സിന് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റാണ്. അവർ ആക്ച്വലി സാലറി കൊടുക്കുക എന്നല്ലേ ഉള്ളൂ, അവരെ കൊണ്ടൊരു ഇൻഡസ്ട്രിക്ക് ഒരു ഉപയോഗവും പെടുന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രി ആയിട്ട് ചില കോളേജസ് പല അതിൽ ഒരു 25% കോളേജസ് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർ കുട്ടികളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കോളേജസ് ഒരു ലെവലിലും ഇതും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് മെയിനായിട്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോളേജിൻ്റെ പേര് കണ്ടിട്ട് പല ടോപ്പ് കോളേജസ് ഉണ്ട്. ആ ടോപ്പ് കോളേജസിൽ നല്ല കോളേജുകളാണ് ഉള്ളത്. പക്ഷേ കഴിയുന്നതും നിങ്ങൾ ലാബുകളിൽ, അതായത് കോളേജിൻ്റെ ലാബുകളിൽ, കോളേജിൽ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ട് അവരെ ഫെസിലിറ്റി എന്തെല്ലാം, അവർക്ക് എന്തെല്ലാം ലാബ് സെറ്റപ്പ് ഉള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ, അവരെ ക്യാമ്പസിൽ എന്തെല്ലാം ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയാണ്, പ്രാക്ടിക്കൽ ഇതെങ്ങനെയാണ്, തിയറി എങ്ങനെയാണ്, പിന്നെ അതേപോലെ കമ്പ്യൂട്ടർ ലാബ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഒരു പാരൻസിന് ഒരു അതായത് അധികാരമുള്ളതാണ് പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. പല പാരൻസ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കോളേജിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് പോയിട്ട് കുട്ടികളെ ചേർപ്പിക്കും. പിന്നെ ഒരു 3 കൊല്ലം അല്ല 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പഠിച്ചതായിട്ടൊന്നും കാണില്ല. പിന്നെ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ഇൻഡസ്ട്രി നടത്തുന്ന ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ഉപയോഗവുമില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇവർക്കൊരു 3D ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ഡ്രിൽ ചെയ്യാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ CNCയിൽ എന്തെങ്കിലും ഒരു മെഷീനിൽ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, ഇതൊന്നും ഇവർക്കറിയില്ല. പ്രാക്ടിക്കൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു എക്സാമ്പിൾ, ഒരു ബിടെക് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു കോമ്പണൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പോലും അറിയില്ല അവർക്ക്. അത് എങ്ങനെ മെഷർ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഈ കോളേജുകാർ, അല്ലെങ്കിൽ അവരെ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അവരെ HODമാർ, ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ട. പക്ഷേ അതിൽ ഞാൻ എല്ലാ കോളേജും പറയുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു 25% കോളേജ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതായത് എനിക്കറിയുന്ന കുറേ കോളേജസ് ഉണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ടോപ്പിൽ നല്ല കോളേജസ്. ബാക്കിയുള്ള കോളേജസെല്ലാം ഒരു കാര്യവും ചെയ്യുന്നില്ല. അവർക്ക് കുട്ടികൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോയി ഫീസ് വാങ്ങിച്ചാൽ മതി എന്നുള്ള മാനേജ്മെൻറ്റിന് തീരുമാനം വെച്ചാൽ അവർക്ക് ഫീസ് വാങ്ങിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. ഇപ്പം മെയിനായിട്ട് ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിന് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ബിടെക് സ്റ്റുഡൻസിന്, അതേപോലെ ടൂൾ ഡിസൈനിങ്, അതായത് ടൂൾ ഡിസൈൻ, മോൾഡ് ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, പ്രോഡക്റ്റ് ഡിസൈനിങ്ങിന് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. പക്ഷേ ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷായ ഒരു സ്റ്റുഡൻസിനെ എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ചില കോളേജസ്, അധികം കോളേജസ് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു 1 മന്ത് ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 മന്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പെർമനൻ്റ് ആക്കുന്നത്.
ആക്ച്വലി അല്ലാണ്ട് നമുക്ക് അവരെ ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസ്ഫുള്ളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അഡ്മിഷൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് കുട്ടികളെ ചേർക്കുമ്പോൾ പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒന്ന് കോളേജിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ ലാബ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ എന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 100% പ്ലേസ്മെൻ്റ് ആണോ, ആ ഒരു പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് ഏതെല്ലാം കമ്പനികളിലാണ് കൊടുക്കുക എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവർക്ക് ഈ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എത്ര സാലറി എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഒന്ന് പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കരിയർ ഗൈഡൻസിൽ അതായത് ഇഷ്ടംപോലെ കൺസൾട്ടൻസീസ് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അങ്ങനെ പോവാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോളേജിൽ ലെവലിൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അഡ്മിഷൻ്റെ ഇതിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടികളും പോയി അതായത് ഒന്നുമില്ലാത്ത ഇത് ലാബ് സെറ്റപ്പ് ഇല്ലാത്തൊരു കോളേജിലൊന്നും പോയി വീഴാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ കോളേജ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള ആണ് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ബൈ.